പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈമാ തസ്കഫന്നഹും ഫിൽ ഹർബി ഫശരിദ് ബിഹിം. അതിനാൽ നീ അവരെ യുദ്ധത്തിൽ കണ്ടുമുട്ടിയാൽ അവർ കേൾപ്പിക്കുന്ന നാശം അവരുടെ പിന്നിൽ വരുന്നവരെയും കൂടി തിരിച്ചോടിക്കും വിധമാക്കുക. അവർ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ഇത്രക്കും നാശകാരികളാണ്. അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും നടപടിയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെയധികം ക്ഷമിച്ചിട്ടും എന്നിട്ടും കഴിഞ്ഞിട്ട് പിന്നെ തലയിൽ കയറുന്ന ഒരു രീതി. പണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പൂച്ചയും ഒരു കുരങ്ങനും. പൂച്ച സാധുവായിട്ട് മൂലക്കരോടെ ഇരിക്കുകയാണ്. ഒരു മുറിയിലിട്ട് രണ്ടുപേരും പൂട്ടിട്ടിരിക്കാൻ തോന്നുന്നു, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. മിണ്ടാപ്രാണിനെ കൊണ്ട് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ അതോടൊപ്പം നമ്മളെപ്പോലുള്ളവർക്കത് കാണാനും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കും. അപ്പം എന്തായാലും എന്ത് ചെയ്യുക, പൂച്ച സാധുവായിട്ട് ഇടങ്ങനെ മുറിയിൽ കിടക്കുകയാണ്. ഈ കുരങ്ങൻ വന്നിട്ട് ഇതിൻ്റെ പല ദ്രോഹങ്ങളും ചെയ്യുക. വാല് പിടിച്ച് വലിക്കുക, ഇതാക്കുക, വിടുക്കുക. അതെന്ന് വെച്ചാൽ പിശാചിൻ്റെ മാതിരി, പിശാചി പിന്മാറിക്കളയുന്ന പിശാചി. ഈ കുരങ്ങനെ ഒരു തവണ വാല് പിടിച്ച് ഇങ്ങോട്ട് പോകും, പിന്നെ കുരങ്ങൻ കൊണ്ട് പോകും, പിന്നെ രണ്ടാമതും വന്നിട്ട് പിന്നെ കൈ പിടിച്ച് വലിക്കും. പൂച്ച ഇങ്ങനെ കരയാന്നല്ലാണ്ട് ഒന്നും പ്രതികരിക്കുന്നില്ല. ആൺപൂച്ചനാന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ നല്ലോണം ഈ കുരങ്ങൻ ഉപദ്രവിക്കുക പൂച്ചനെ. അങ്ങനെ പൂച്ച സാഹി കെട്ടി നല്ലോണം അങ്ങോട്ടൊരു മാന്തലം അങ്ങോട്ട് കൊടുത്തു മൂക്കിന്. പിന്നെ കുരങ്ങൻ എന്ത് ചെയ്ത് അവിടെ കിടന്ന് മൂങ്ങി അവിടെ മൂലൊക്കെ പോയിരുന്നു, പൂച്ചനെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പം അതുപോലെയാണ് അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും മുസ്ലിങ്ങളുടെയും ഒക്കെ രീതി, ഇസ്ലാമിൻ്റെയൊക്കെ രീതി. പരമാവധി ക്ഷമിക്കും. എന്നിട്ടും തലയിൽ കയറുമ്പോൾ എന്ത് ചെയ്യും, നല്ലവണ്ണം അങ്ങോട്ട് കൊടുക്കും. പിന്നെ അങ്ങോട്ട് തിരിച്ചു വരാനുള്ള അവസ്ഥ ഉണ്ടാക്കില്ല. ഒരേ മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മാതിരി കൊടുക്കുമ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. കാരണം പിന്നെയും രണ്ടാമത് അവർ വരാൻ പാടില്ല. മനസ്സിലായി? അപ്പം യുദ്ധത്തിന് അവർ വന്നു കഴിഞ്ഞാൽ നമ്മളവരെ ഓടിച്ചു വിട്ടാൽ പോരാ, പിന്നെ തിരിച്ചു വരാത്ത രൂപത്തിൽ ആക്കണം എന്നാണ് പറഞ്ഞത്. കാരണം രണ്ടാമത് തിരിച്ചു വരികയാണെങ്കിൽ പിന്നെയും ഇവർക്ക് തന്നെ പണി ഉണ്ടാവുള്ളൂ. ഒരു തിരിച്ചു വരും, പിന്നെയും യുദ്ധം ചെയ്യാം, പിന്നെയും തിരിച്ചു വരും, പിന്നെയും യുദ്ധം ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മറ്റു പല ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ. മുസ്ലിങ്ങൾ വെച്ചാൽ ഇങ്ങനെ കാലാകാലം യുദ്ധം ചെയ്ത് കഴിഞ്ഞ് കൂടേണ്ടവരല്ല. ലോകം മുഴുവൻ ഇസ്ലാമിന് സന്ദേശം പകർന്നു കൊടുക്കേണ്ടവരാണ്. അവർക്ക് ബാധിച്ച ജോലികളുണ്ട്. കാലാകാലം യുദ്ധം ചെയ്യാനുള്ള വകുപ്പല്ല ഇസ്ലാം. അല്ല, യുദ്ധം എന്ന് വെച്ചാൽ പിന്നെ സന്തോഷത്തിന് വേണ്ടി ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല. ചെയ്യുന്നത് കാര്യം, അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, യുക്തിപൂർണ്ണമാണ്. വെറുതെ തമാശക്ക് ഈ ജീവിതം കളിയല്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കാലാകാലം യുദ്ധം ചെയ്ത് ഇരിക്കേണ്ടവരല്ല നിങ്ങൾ. അപ്പോൾ അവർ പരമാവധി നമ്മളെല്ലാം ക്ഷമിച്ചു അല്ലേ. പ്രവാചകനെ മക്കയിൽ നിന്ന് അവർ അടിച്ചോടിച്ചു, അത് പ്രവാചകൻ ക്ഷമിച്ചു. എന്നിട്ട് അവിടെ അവർ ഒരു ചെറിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ടും അവിടുത്തെ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെയും കൂട്ടരെയും കൊണ്ട് മക്കയിലേക്ക് തന്നെ പറഞ്ഞേക്കണം, അവർ നാശകാരികളാണെന്നൊക്കെ പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ രാജാവ് കേട്ടില്ല. അങ്ങനെ മുസ്ലിങ്ങൾ അവിടെ സന്തോഷപൂർവ്വം അവിടെ താമസിച്ചു. എന്നിട്ടും പല ഉപജാപങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ നടത്തി. അങ്ങനെ നിവൃത്തികേട് കൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല അല്ലേ. പാമ്പിനെ നമ്മൾ നോവിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പിന്നെയും അത് നമ്മൾ ഉപദ്രവിക്കും. നമ്മൾ അടിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ടും കൊല്ലണം. അല്ലെങ്കിൽ പാമ്പിൻ്റെ വാലിനൊരു അടി അടിച്ചിട്ട് കഴിഞ്ഞാലോ അത് പിന്നെ പക മൂലം നമ്മൾ രണ്ടാമത് ആക്രമിക്കും. അപ്പം നമ്മൾ ഉപദ്രവിക്കാൻ പരിപൂർണമായി തലക്ക് തന്നെ അടിച്ച് കൊല്ലണം. അപ്പം അതുപോലെ തന്നെ യുദ്ധത്തിന് വന്ന ഈ മുശ്രിക്കുകൾ പരമാവധി ഉപദ്രവിക്കുക. പിന്നെ അവരെ പിന്നിൽ വരുന്നവരെയും കൂടി തിരിച്ചോടിക്കും വിധമാക്കുക. മനസ്സിലെ ഇനി വരാനുള്ള അവരുടെ മക്കൾക്ക് മനസ്സിലെ സ്വാഭാവികമായിട്ടും പണ്ട് കുറച്ച് മുമ്പ് ഒരു 10-20 വർഷം മുമ്പ് തോന്നുന്നു, ഒരു വ്യക്തി ഒരാളെ വെട്ടിക്കൊന്നു. അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, അയാളെ ജയിലിട്ടു. നമ്മുടെ നീതിന്യായ വകുപ്പല്ലേ, 12 കൊല്ലം കഴിഞ്ഞാൽ പുറത്തിറങ്ങാമല്ലോ. 12 കൊല്ലം വേണ്ട, ജീവപര്യന്തമെന്ന് പറഞ്ഞിട്ട് 8 കൊല്ലം ശിക്ഷ അനുഭവിച്ചാൽ മതി. കുറേ ലീവുകളൊക്കെ വെട്ടിക്കീച്ചു പോകുമല്ലോ.
8 കൊല്ലം കഴിഞ്ഞ് അതിന് മുമ്പ് തന്നെ അയാളെ പുറത്തിറങ്ങിയ അന്ന് തന്നെ ഈ ആദ്യം കൊല്ലപ്പെട്ട അയാളുടെ മകന് വന്നിട്ട് പെട്രോൾ പമ്പിലേക്ക് വന്നിട്ട് ഇയാളെ വെട്ടി കൊണ്ട് കൊന്നു. കാരണം നമ്മുടെ നീതിന്യായ വകുപ്പിന് അല്ലെങ്കിൽ നമ്മൾ ജനാധിപത്യ വകുപ്പിന് ഒരു വ്യക്തിയെ ശിക്ഷിക്കാനുള്ള കഴിവില്ലെങ്കിൽ, കഴിവ് കെട്ട പോയന്മാരാണ് നമ്മുടെ ജനാധിപത്യമെങ്കിൽ ആ നടപടി ജനങ്ങൾ ഏറ്റെടുത്തു. അയാളുടെ മകൻ എന്ത് ചെയ്തു? ആ കൊലപാതകയെ വെട്ടിക്കൊന്നു. ഒരു പെട്രോൾ പമ്പിലിട്ട് വെട്ടിക്കൊന്നു. കോഴിക്കോട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ വെച്ച് വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പം അതാണ്. അപ്പോൾ പ്രശ്നം വരുന്നത്, നമ്മളിവരെ പകുതി നോവിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കൾ വന്ന് നമ്മുടെ യുദ്ധം ചെയ്യും. അപ്പം പരമാവധി അവരെ കൊന്നൊടുക്കാനാണ് ഇവിടെ കൽപ്പിച്ചുള്ളത്. വരും തലമുറകൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഭാര്യമാർ, മക്കൾ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ രണ്ടാമതും വന്നിട്ട് യുദ്ധത്തിന്, പിന്നെ മുസ്ലിങ്ങൾ രണ്ടാമതും യുദ്ധത്തിന് വേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. നല്ലവണ്ണം വേദനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ വീരശൂര പരാക്രമികളാണ് എന്ന് ബോധിപ്പിക്കുന്ന വിധത്തിൽ യുദ്ധം ചെയ്യണം. ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ വന്നിട്ട് അവിടെ നാട്ടുകാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ സിംഹങ്ങളെപ്പോലെ, പുലികളെപ്പോലെ ചാടി വീഴുകയാണ്, യുദ്ധത്തിൻ്റെ ഇടയിലേക്ക് ചാടി വീഴുകയാണ്. സാധാരണ അവർ കാലങ്ങളെ യുദ്ധം ചെയ്യുന്നവരാണ്, അവർക്ക് എന്താണ് യുദ്ധം എന്നൊക്കെ അറിയുന്നവരാണ്. പക്ഷേ മുസ്ലിങ്ങൾ യുദ്ധം എന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ ചാടി വീഴുകയാണ്. അവർ ശരീരം നോക്കുന്നില്ല, ജീവൻ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ചാടി യുദ്ധത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ളവരുടെ തോള് ചവിട്ടി കടന്നുകൊണ്ട് മരിക്കാൻ വേണ്ടി പാഞ്ഞു വരികയാണ്. അപ്പോൾ അവരോട് നമുക്ക് ഏറ്റുമുട്ടാൻ കഴിയുന്നില്ല. ഇവിടെ 300 പേർ, 1/3 സൈന്യങ്ങളാണ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് ശത്രുക്കളെ അപേക്ഷിച്ചിട്ട്. ശത്രുക്കളിൽ 1050 പേരുണ്ട്, മുസ്ലിങ്ങളിൽ 300 പേരാണ്, 313 പേര്. 1/3 ഉള്ളൂ. എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ശത്രുക്കളുടെ ഭാഗത്ത് നല്ല നല്ല ആയുധങ്ങളും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ ശത്രുക്കളെ ആത്മവീര്യം വളർത്താൻ വേണ്ടി സ്ത്രീകളുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല മുസ്ലിങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ. ആ ശക്തി എന്താണ്? അള്ളാഹു മാത്രം മതി. അള്ളാഹു ഞങ്ങൾ രക്ഷിക്കും. മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗമുണ്ട്, വിശാലമായ സ്വർഗമുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇത്രയ്ക്കും ശക്തി കിട്ടിയത്. അപ്പോൾ ഇത് മതി ഭൂമിയിൽ വിജയിക്കാൻ വേണ്ടി. പരലോക ചിന്ത, പിന്നെ അടിയുറച്ച ദൈവവിശ്വാസം, പ്രവാചകനെ പരിപൂർണമായി അനുസരിക്കൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭൂമിയിൽ നമുക്ക് വിജയിക്കാം, ഭൂമിയിൽ രാജാക്കന്മാരായി മാറാം. അപ്പം അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ ആത്മാർത്ഥമായി അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന അഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.